ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം. എന്തൊക്കെയാണ് ബുധനാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ അടിപൊളി മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 13 പേരും ഇഞ്ചോടിഞ്ച് വാശിയേറിയ ശക്തമായിട്ടുള്ള മത്സരം തന്നെ കാഴ്ചവെക്കുമ്പോൾ പല പ്രമുഖ കണ്ടസ്റ്റന്റും ഈ ആഴ്ച ബിഗ് ബോസിന്റെ പടിയിറങ്ങേണ്ട അവസ്ഥകൾ വരും. അതിൽ വൈഡ് കാർഡ് എൻട്രികൾ പോലും അടിപ്പതർന്നൊരു കാഴ്ച കാണുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ തകർച്ചയിലെന്നും ആരൊക്കെയാണ് മുന്നിലെന്നൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒന്നാം സ്ഥാനത്ത് പറയാതെ തന്നെ അറിയായിരിക്കും, മാറ്റമില്ലാതെ അനുമോൾ തന്നെ തുടരുകയാണ്. കിരീടമില്ലാത്ത രാജ്ഞി എന്നുള്ള രീതിയിലോട്ട് അനുമോൾ എത്തിയിരിക്കണം. 63,682 വോട്ടുകളുമായിട്ട് അനുമോൾ തന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട്. അനീഷേട്ടന് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 54,725 എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റന്റിന് വെല്ലുവിളി ഉയർത്താൻ അനീഷേട്ടന് സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിരയുടെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൂറയുടെ സപ്പോർട്ടും ആതിരയ്ക്കുള്ളതും വലിയ ഹൈലൈറ്റ് മാറുകയാണ്. 47,806 വോട്ടുകൾ ഇതിനോടെ തന്നെ ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അക്ബറിക്കാനെയാണ് 4ാം സ്ഥാനത്ത് കാണാൻ സാധിച്ചത്. അക്ബറിക്കാൻ കുതിപ്പ് തുടരുകയാണ്. എന്തൊക്കെയാണ് നല്ല രീതിയിലുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുകയാണ് അക്ബറും. 42,014 വോട്ടുകൾ ഇതിനോടെ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 5ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിന്ന് സേഫ് സോണിലോട്ട് മാറുന്ന ആര്യനെ കാണാൻ സാധിക്കേണ്ട. എന്തൊക്കെയാണ് വൈഡ് കാർഡ് എൻട്രികളോട് തന്നെ ആര്യന്റെ കുറച്ച് അഹങ്കാരം കുറയുകയും അതോടൊപ്പം തന്നെ ഗെയിമിൽ മാറ്റങ്ങൾ വരുന്ന ഒരു സ്ട്രാറ്റജിയും കണ്ടാണ്. 37,153 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് റന ഫാത്തിമേനെ തന്നെയാണ്. ഈ വോട്ടിങ്ങിന്റെ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ റനയുടെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ റനയുടെ ഒരു വോട്ടിംഗ് പൊസിഷൻ മാറ്റമില്ലാതെ തുടരുകയാണ്. 35,232 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 7ാം സ്ഥാനത്ത് ബിന്നി എത്തിയിരിക്കുകയാണ്. ഡോക്ടർ ബിന്നിക്ക് അത്യാവശ്യം കുശുമ്പും ഒക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം പ്രേക്ഷകർ ബിന്നിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഗീതുവിനുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരിക്കാം ബിന്നിക്ക് ഇത്രയധികം വോട്ടുകൾ നേടുന്നത്. 28,845 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 8ാം സ്ഥാനത്തോട്ട് എത്തി നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ്. എന്തൊക്കെയാണ് വൈഡ് കാർഡ് എൻട്രികളിൽ ഒരു മിന്നുന്ന വോട്ടിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് ലക്ഷ്മി മാത്രമാണ്. 27,298 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 9ാം സ്ഥാനത്തോട്ട് അഭിലാഷ് എത്തി നിൽക്കുകയാണ്. അഭിലാഷിന് നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വോട്ടിങ്ങിന് അത് പ്രതിഫലിക്കുന്നില്ല. ഹൗസിൽ ഏറ്റവും കൂടുതൽ സൈലന്റും അതോടൊപ്പം എല്ലാവരുമായിട്ട് ഇടകലർന്ന് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് അബി. 25,960 വോട്ടുമായിട്ട് ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരുമെന്ന് ഉറപ്പിക്കുമ്പോൾ 10ാം സ്ഥാനത്ത് നെവിനെയാണ് കാണാൻ സാധിക്കുക. നെവിന്റെ വോട്ട് കുറഞ്ഞ ഡേഞ്ചേഴ്സിലോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ആഴ്ച സേഫ് ആകാൻ സാധ്യതകളേറെയാണ്. 24,556 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 11ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന നമ്മുടെ വൈഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് പ്രവേശിച്ച പ്രവീണാണ്. 23,764 വോട്ടുകളുമായിട്ടാണ് പ്രവീണിന് മുന്നേറുമ്പോൾ 12ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി മസ്താനിനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മസ്താനി കുറേ കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ ആ കണ്ടന്റിന് പിന്നീട് വരുന്നില്ല. 22,637 വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിൽ പോകുമ്പോൾ 13ാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണി സാബുമോനാണ്. സാബുമോൻ എല്ലാ കണ്ടസ്റ്റന്റിനെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരുപക്ഷെ രാരേട്ടൻ പറഞ്ഞ പോലെ പഠിച്ചു വരുമ്പോഴത്തേനും ബിഗ് ബോസിൽ നിന്ന് പുറത്താകേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തും. 22,394 വോട്ടുമായിട്ടാണ് സാബുമോൻ നിൽക്കുന്നത്. നിലവിൽ ഇത് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും ലഭ്യമാകുന്ന പൊസിഷൻസ് അനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഡേഞ്ചേഴ്സ് എന്നുള്ള വൈഡ് കാർഡ് എൻട്രികൾ തന്നെയാണ്. എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയാം വരും മണിക്കൂറിൽ ഇവരുടെ വോട്ടിംഗ് പൊസിഷൻസ് മാറ്റം വരുമോ അല്ലെങ്കിൽ വോട്ടിംഗ് തകർച്ചകൾ വരുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് ഹോട്ട്സ്റ്റാറിൽ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.